അയ്യോ എന്റെ അമ്മേ, ഇത് എന്തൊരു വലിയ ഹോട്ടലാ. കണ്ടിട്ട് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു. കുഞ്ഞാമിന, ഇത് 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാണ്. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിനെ ബുക്ക് ചെയ്തത്. ഓ ആണോ? 5 സ്റ്റാർ ഹോട്ടലൊക്കെ എവിടുന്നാ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കിട്ടി? അതെ, എന്റെ മാമന് ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഓഹോ, അപ്പൊ നിങ്ങൾ വലിയ പുള്ളികളാണല്ലേ. ഈ കാര്യമൊന്നും നീ നേരത്തെ പറഞ്ഞില്ലല്ലോ. അതെ, നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നതാ. എങ്ങനെയുണ്ട് ഹോട്ടൽ? ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ എന്തൊരു സൗകര്യം ഈ ഹോട്ടലില്. നമുക്കിതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കണം. പിന്നല്ലാതെ. നീലു, ഇത്ര നല്ല ഹോട്ടൽ ഉണ്ടായിട്ട് ഇത് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ അതെ, എൻ്റെ അനിയനെ ഒരു പാർട്ട്ണർഷിപ്പിൽ കൂടിയിരുന്നു. അതിൽ പെട്ടതാ ഈ ഹോട്ടലൊക്കെ. മമ്മി മമ്മി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ആ മോളെ, ഞാൻ കേൾക്കുന്നുണ്ട്. മോളെ, നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങളെന്ന് തോന്നുന്നു. പാവം ലൊക്കയുടെ ടീംസ് ആണെന്നല്ലേ നമ്മൾ കരുതിയത്. ഇവരുടെ കുടുംബത്തിലും കുറച്ച് ക്യാഷുള്ള പാർട്ടീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ മമ്മി, അതെ. ചേച്ചി, ഈ ഹോട്ടലിൽ കണ്ടപ്പോ ചേച്ചിയുടെ വേദനയൊക്കെ മാറിയോ? കുറവുണ്ട് മിന്നൂട്ടി. ചേച്ചി, ചേച്ചിയോട് എന്തൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ പറയൂ, എന്താ കാര്യം? അതൊക്കെ പറയാനേ ടൈം ഉണ്ടല്ലോ. ഹായ് മേഡം, വെൽക്കം ടു അവർ ഹോട്ടൽ. ഓ താങ്ക് യു, താങ്ക് യു. ഓ മേഡം, നിങ്ങൾ 2 റൂമല്ലേ ബുക്ക് ചെയ്തിരുന്നത്? അതിവിടെ റെഡി ആയിട്ടുണ്ട്. ആ അതെ അതെ, ഞാനാണ് ബുക്ക് ചെയ്തത്. ഓ സോറി, എനിക്ക് ആള് മാറിപ്പോയതാ മേഡം. ഓ ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. ആ മേഡം ബുക്ക് ചെയ്ത 2 റൂമും ഇവിടെ റെഡിയാണ്. നീലു, നീ 2 റൂമാണോ ബുക്ക് ചെയ്തിരിക്കുന്നത്? അതെ, നമ്മൾക്ക് 2 പേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാലോ. 2 റൂമിൽ കൂടി ഇത്ര ആളുകളൊക്കെ എങ്ങനെ നിൽക്കും? ഞാനും അമ്മയും പിള്ളേരും ഒരു റൂമിൽ നിന്നോളാം. നിങ്ങളും കുഞ്ഞാമിനെയും കുൽസും കൂടി ഒരു റൂമിൽ ഷെയർ ചെയ്താൽ മതി. നീലു, എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കും എന്റെ മോൾക്കും ഒറ്റയ്ക്കൊരു റൂം വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു റൂം കൂടി ബുക്ക് ചെയ്തോളൂ. ഒന്നുകൂടി വേണം. ഹാവൂ, സമാധാനായി. നീലു, ആ കുരിപ്പിന് ഞങ്ങളോട് റൂം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് വേറെ റൂം പറഞ്ഞത്. നീ എന്തിനാ നീലു ഇവളൊക്കെ നമ്മുടെ ട്രിപ്പിൽ കൂട്ടിയത്? അത് സാരല്ല കുഞ്ഞാമിന, ഏതായാലും വേറെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി അതിൽ നിൽക്കാലോ. മേഡം, അപ്പൊ നിങ്ങളുടെ റൂം, എല്ലാവരുടെ റൂമും അവിടെ റെഡിയാണ്. എല്ലാവരും അവിടേക്ക് പോയിക്കോളൂ. ആ ഓക്കെ ഓക്കെ, ഞങ്ങൾ പോയിക്കോളാം. കുഞ്ഞാമിന, എങ്ങനെയുണ്ട് നിങ്ങളുടെ റൂം? ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ നീലു, നമുക്ക് എല്ലാവർക്കും കൂടി ഈ റൂം മതിയായിരുന്നു. ഇതിൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യേ, അവരോട് പറഞ്ഞാലാ 2 റൂം മതിയെന്ന്. ഒരു റൂം ആ പിശാചിന് കൊടുത്തേക്കാം. ഈ റൂം നമുക്ക് എടുക്കാം. അത് സാരല്ല കുഞ്ഞാമിന, അമ്മയുള്ളതല്ലേ, അമ്മ ഇനി ആ റൂമിൽ കിടന്നോട്ടെ. ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ കിടക്കാല്ലേ? ഓ ആകെ ക്ഷീണിച്ചു, ഒന്ന് ഫ്രഷ് ആവട്ടെ. കിട്ടു, കിങ്ങിണി വാ, നിങ്ങളെ കുളിപ്പിച്ചു തരാം. നിങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്നോളി മക്കളെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി മച്ചിയെ. ചേച്ചി, നിങ്ങൾ 3 പേരെ ഞാൻ ഒരുമിച്ച് കിട്ടാൻ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ ഏതായാലും അതിന് പറ്റിയ സാഹചര്യ. ചേച്ചി, ചേച്ചിയുടെ ഉടുപ്പിലേക്ക് കോക്രോച്ചിനെ ഇട്ടത് വേറെ ആരുമല്ല, ആ അലീന തന്നെയാ. എന്ത്, അലീനയോ? എനിക്ക് അപ്പോഴേ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അവള് തന്നെയാണ് ഈ പണിക്കെല്ലാം കാരണമെന്ന്. അതെ ചേച്ചി, കുഞ്ഞാമിന് ബാക്ക് സീറ്റിലല്ലേ ഇരുന്നിരുന്നേ. അവള് കണ്ടതാ അവള് ചേച്ചിയുടെ ദേഹത്തേക്ക് കോക്രോച്ചിനെ ഇടുന്നത്. ഓഹോ എടി അലീന, ഇത് നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ചേച്ചി വിഷമിക്കണ്ട, അവൾക്കുള്ള പണി ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് ചേച്ചിനോട് പറഞ്ഞില്ലേ. നമുക്കത് ഉടനെ തന്നെ കൊടുക്കാം. അധികം വെച്ച് വൈകിപ്പിക്കാതെ വേഗം തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്. അതെ അതെ, അത് തന്നെയാ നല്ലത്. ഹലോ, എക്സ്ക്യൂസ് മീ കുട്ടികളെ, നിങ്ങൾക്കുള്ള വെൽക്കം ഡ്രിങ്ക് അവിടെ കരുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് കുടിച്ചോളൂ. ഓക്കെ, നിങ്ങളപ്പം വന്ന മറ്റുള്ളവരെയും കൂടി വിളിച്ചോളൂ. ഓക്കെ ചേച്ചി, ഞങ്ങൾ വന്നോളാം. പണി കൊടുക്കണം കൊടുക്കണം എന്ന് മനസ്സിൽ കരുതിയതേ ഉള്ളൂ, അപ്പോഴിതാ ഒരു വഴി മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. എന്ത് വഴി തെളിഞ്ഞു വന്നേ നീ പറയുന്നേ? അതൊക്കെ ഉണ്ട് ചേച്ചി, ഞാനൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. നീ നിന്റെ പ്ലാന് ധൈര്യമായി വർക്കൗട്ട് ചെയ്തോടി മീനുട്ടി, ഞങ്ങളുണ്ട് കൂടെ നിന്റെ. അപ്പൊ വാ, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എന്ത് കാര്യം ചെയ്യുന്നത് നീ പറയുന്നേ? അതൊക്കെ ഉണ്ട്. അമ്മയും കുരിശുതാത്തും ഫ്രഷ് ആയി വരുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം. ഒരു കാരണവശാലും ആരും അറിയരുത്. ഓക്കെ, ഇതാരും അറിയാതിരിക്കാൻ ഞങ്ങൾ ഏറ്റു. എങ്കിൽ വാ, എൻ്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്. റിസപ്ഷനിൽ ജ്യൂസ് റെഡി ആയിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ ജ്യൂസിൽ നമുക്ക് ഈ സാധനം ഇട്ടിട്ട് മമ്മിക്കും മോൾക്കും നന്നായിട്ടാണ് കൊടുക്കാം. സാധനം അകത്ത് ചെല്ലുമ്പോ അവർ തനിയെ ഇവിടുന്ന് സ്കൂട്ടായിക്കോളും. ഓഹോ, നല്ല ഐഡിയ ആണല്ലോ. അല്ല പിന്നെ, എന്റെ ചേച്ചിക്കിട്ട് ഇങ്ങനെ പാറ വെച്ച അവളെ ഞാൻ വെറുതെ വിടുന്നാണോ നീ കരുതിയിരിക്കുന്നേ? അവൾക്കുള്ളത് ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട്.